അപ്പോഴേ ഇന്ന് ചെറുതായിട്ടൊരു റെസിപ്പി കാണിച്ചു തരാം. ഞാൻ വേറൊരു ചാനലിന് വേണ്ടി ഷൂട്ട് ചെയ്തതാണ്, എന്നാലും ജസ്റ്റ് ഒന്ന് ഇട്ടേക്കാം. അപ്പോൾ കടുക് വറുത്തിട്ട് പപ്പായ ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമ്മൾ പപ്പായ തോരനാണ്. അപ്പോൾ പപ്പായ നമ്മൾ വേവിക്കാൻ വെക്കണം. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് സവോളയും കൂടെ ഇടാം. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് വേവിക്കാൻ വെക്കണം. വെള്ളം ഒഴിച്ച് വേവിക്കണം. എന്നിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ട് അതിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ജീരകപ്പൊടി, ജീരകം കുറച്ച് വേണമെങ്കിൽ കൂടുതലിടാം, അത് ഒരു ടേസ്റ്റ് ആയിരിക്കും. എന്നുവെച്ചാൽ ഒരുപാട് പേര് തട്ടണ്ട, കുറച്ചിട്ടാൽ മതി. എന്നിട്ട് 2 വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ട് 2 or 3 ഇടാം. വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ട് അതിനൊരു പേസ്റ്റാക്കാം. വെള്ളം ഒഴിക്കാതെ വേണം പേസ്റ്റാക്കാൻ. എല്ലാവർക്കും അറിയാൻ തോന്നുന്നു, ഞാൻ വെറുതെ അവിടെ ഇട്ടതുകൊണ്ട് ഒരു മെമ്മറിക്കായിട്ട് ഇവിടെയും കൂടെ ഇട്ടെന്നേ ഉള്ളൂ. ആ ചാനലിനകത്തേക്ക് തന്നെയാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഇതിനെ അരച്ചെടുത്തതിന് ശേഷം നമ്മൾ പപ്പായയിൽ വെള്ളം വറ്റി കഴിയുമ്പോഴത്തേക്ക് അതിൽ ഞാൻ ഉപ്പ് കുറച്ച് കുറവായിരുന്നു, അതുകൊണ്ട് രണ്ടാമത് ഇട്ടതാണ്. അപ്പോൾ അതിലോട്ട് ഇതിനെയും കൂടെ ഈ അരപ്പിനെയും കൂടെ തട്ടിയിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് വെള്ളം വറ്റിയിട്ട് വേണം തേങ്ങയുടെ അരപ്പിടാൻ. എന്നിട്ട് നമ്മൾ ഇത് അരപ്പിട്ടതിന് ശേഷം പേസ്റ്റ് ഒരു 5 മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിൽ ആ തേങ്ങയുടെ ഇത് ഒന്ന് മൂത്ത് വരണം. അപ്പോഴാണ് ടേസ്റ്റ്. എല്ലാ തോരനും അങ്ങനെ നമുക്ക് കിട്ടില്ല, ചിലത് കുഴഞ്ഞു പോകും. ഇപ്പോൾ ചീരത്തോരനൊക്കെ കുഴഞ്ഞു പോകും, പക്ഷെ കുഴഞ്ഞു പോകാത്ത തോരൻ ഇങ്ങനെ ഒന്ന് മൂപ്പിച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് വരട്ടിയെടുക്കുക. ലോ ഫ്ലെയിമോ മീഡിയം ഫ്ലെയിമിലോ വയ്ക്കാം. ഒരു 5 മിനിറ്റ് നന്നായിട്ട് വരട്ടിയെടുക്കണം. അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ റെസിപ്പീസ് എന്തെങ്കിലും വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ നോക്കട്ടെ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ തോരൻ റെഡിയായി. പിന്നെ വേറെ 1-2 കറിയും കൂടെ വെച്ച്, പിന്നെ അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്ത് അത് ഞാൻ നോക്കട്ടെ, പറ്റുമെങ്കിൽ അപ്ലോഡ് ചെയ്യാം. എന്താ പഴുക്കാൻ വേണ്ടി വെച്ചേക്കണ പപ്പായ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ പപ്പായ തിന്നണം, നല്ല ഗ്ലോ ഒക്കെ വരും. എല്ലാവർക്കും കഴിക്കാമെന്ന് അറിഞ്ഞൂടെ, പ്രഗ്നൻ്റ് ആയിട്ടുള്ളവരൊക്കെ നോക്കി അറിയാമെന്നുള്ളവർ ചോദിച്ചിട്ട് കഴിക്കുക.